ലാലേട്ടൻ ഇന്ന് യെല്ലോ കാർഡ് കാണിക്കുന്ന ആർക്കെതിരെയാണ്? ഇന്ന് ലാലേട്ടൻ യെല്ലോ കാർഡും കൊണ്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനമായിട്ടാണ് വരുന്നതെന്ന്. അതേക്കുറിച്ചൊക്കെ എന്തായാലും സംസാരിക്കാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കടക്കാം. ഇന്നും എന്നത്തെ പോലെ ലാലേട്ടൻ കലിപ്പിലാണ്. കാരണം ഡെയിലി ഇപ്പൊ വീക്കെൻഡിൽ എല്ലാ ദിവസവും ലാലേട്ടൻ കലിപ്പിലാണ് വരുന്നത്. കാരണം അതൊക്കെ നമ്മുടെ വീട്ടുകാർ അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ അങ്ങനെയല്ലേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ എന്തായാലും നമുക്ക് ലാലേട്ടന് കപ്പ് കൊടുക്കേണ്ടി വരും. കാരണം വേറൊന്നല്ല, ഇന്നും ഇന്നലെയും ഇന്നലെയല്ല, ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയ അന്ന് തൊട്ടിട്ട് ലാലേട്ടനാണ് എപ്പോഴും മുന്നിങ്ങനെ നിൽക്കുന്നത്. കാരണം ലാലേട്ടന്റെ എപ്പിസോഡിലാണ് കൂടുതലും റേറ്റിംഗും കൂടുതലും നമുക്ക് സംസാരിക്കാൻ കൂടുതലും ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെയാണ്. അപ്പൊ ഇന്നും പ്രതീക്ഷ ഒന്നും തെറ്റിക്കണ്ട, ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വരുന്നത്. ഇന്ന് യെല്ലോ കാർഡും കൊണ്ടാണ് വരുന്നത്. ആർക്കാണെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ആർക്ക് കൊടുക്കാനായിരിക്കും നമ്മുടെ യെല്ലോ കാർഡ് കൊണ്ടുവരുന്നത്? എല്ലാവരും കമന്റ്സിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒന്നില്ലെങ്കിൽ ശ്രീകുമാറിന്, അല്ലെങ്കിൽ ജാൻമണിക്ക്, പിന്നെ അതുപോലെ തന്നെ സായിക്ക് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ ശ്രീകുമാറിന് തന്നെയായിരിക്കും കാർഡ് കാണിക്കുന്നത്. കാരണം വേറൊന്നല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ശ്രീകുമാറാണ് ഒരു ബേർഡ് ആയിട്ടുള്ള ഒരു പരാമർശം നടത്തിയത്. അതായത് കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ടായിരിക്കാം. കാരണം ഓൾറെഡി മുന്നത്തെ ഒരു പ്രോമോയിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ആയിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അറിയില്ല, നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ സായിക്ക് ഓൾറെഡി നമ്മുടെ ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുത്തതാണല്ലോ, മൂന്നാല് പ്രാവശ്യം. പിന്നെ അതും ഒരു യെല്ലോ കാർഡ് കാണിക്കേണ്ട അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് തന്നെയാണ്, നമ്മുടെ പുറത്തെ കാര്യം അകത്ത് പറയാൻ പാടില്ല. എന്നാലും അതൊരു യെല്ലോ കാർഡിലോട്ട് എത്തിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ജാൻമണിയുടെ വിഷയം പറയുകയാണെങ്കിൽ, ജാൻമണിയുടെ വിഷയം അന്ന് പറഞ്ഞു. അത് ജാൻമണി അതിന് ശേഷം പിന്നെ വേറെ ഒന്നും ഇങ്ങനെ ശാപവാക്കുകളൊന്നും യൂസ് ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് അതിനും ഒരു യെല്ലോ കാർഡ് കൊടുക്കാമെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ചാൻസ് ഉള്ളത് നമ്മുടെ നോറേനെ തല്ലാൻ വേണ്ടി പോകുന്നുണ്ടെന്നില്ലേ, അപ്പൊ അതിനാണോന്ന് അറിയത്തില്ല. അതും പക്ഷെ തല്ലിയൊന്നുമില്ല, തല്ലാൻ വേണ്ടി ഓങ്ങിയതേ ഉള്ളൂ. പറയാൻ പറ്റത്തില്ല, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ശ്രീകുമാറിനായിരിക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ കാര്യം പറയണം എന്തായാലും. കാരണം നമ്മുടെ ബിഗ് ബോസിന്റെ പ്രോമോയുടെ വീഡിയോയിലൊക്കെ ഫുള്ള് നമ്മുടെ ലാലേട്ടനാണ് ഇപ്രാവശ്യം സപ്പോർട്ട് കൊടുത്തത്. നമ്മുടെ ആർമി എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമ്മുടെ ലാലേട്ടനാണ് തുടങ്ങി അവര് ഭയങ്കരമായ രീതിയിൽ ഉദിച്ചു നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. കാരണം എല്ലാ ദിവസവും നല്ല മാസമായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ എന്ത് ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ താക്കീതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരാഴ്ചയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇന്നും എല്ലാ ദിവസവും എന്താ പറയാ, സന്തോഷപരമായ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങളും എല്ലാ വീക്കിലും ഓരോ ദിവസവും ഉണ്ട്. ഇപ്പൊ വൈൽഡ് കാർഡ് വന്നിട്ടാണെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ അവരും കണ്ടു വന്നിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ടല്ലേ. അപ്പം പിന്നെ പുതിയൊരു പ്രോമോ ഇപ്പൊ വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പൊ ഈ ഒരു ഇതിനെക്കുറിച്ച്, അതായത് ശ്രീകുമാറിനാണോ അതോ സായിക്കാണോ അതോ ജാൻമണിക്കാണോ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും എന്തൊക്കെ തോന്നുന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.